കൊലോസിയിലെ സഭയ്ക്കെഴുതിയ ലേഖനം. യേശുക്രിസ്തു തിന്മ ശക്തിയുടെ മേൽ അന്തിമമായ ജയം നേടി സർവ്വലോകത്തെയും ഭരിക്കുന്നതിനായി വരുമ്പോൾ ഉണ്ടാകുന്ന സംഭവഗതികളെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് അദ്ദേഹത്തിന്റെ ലേഖനങ്ങളിൽ വിവരിച്ചിട്ടുണ്ട്. എന്നാൽ കൊലോസിയ ലേഖനത്തിൽ യേശുക്രിസ്തു എന്ത് ചെയ്തിരിക്കുന്നു എന്നതാണ് പ്രതിപാദ്യ വിഷയം. ക്രിസ്തു മരണത്തിലൂടെ ദൈവത്തെ എതിർക്കുന്ന എല്ലാ ശക്തികളെയും തോൽപ്പിച്ചിരിക്കുന്നു. ക്രിസ്തു ആരാണ് എന്ന് തെളിയിക്കുന്ന ഒരു മനോഹരമായ ഗീതവും ലേഖനത്തിൽ ചേർത്തിട്ടുണ്ട്. അവൻ ദൈവപുത്രനും സഭ എന്ന ശരീരത്തിന്റെ തലയുമാകുന്നു. അവൻ ദൈവത്തിന്റെ മർമ്മവും ആണ്. പലതരത്തിലുള്ള വിപരീതോപദേശങ്ങളും ധാരാളം വ്യാജോപദേഷ്ടാക്കന്മാരും ഏഷ്യ മൈനറിൽ ഉണ്ടായിരുന്ന ആ കാലത്ത് അവയിലൊന്നും വീണുപോകാതെ യേശുക്രിസ്തുവിനെ വിശ്വസിച്ച് അനുഗമിക്കുവാൻ കൊലോസിയിലെ വിശ്വാസികളെ പൗലോസ് ഉദ്ബോധിപ്പിക്കുന്നു. അവർ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാം വിധം നടക്കുന്നതിനും ആഹ്വാനം ചെയ്യുന്നു. അതിന്റെ അർത്ഥം അവരുടെ പഴയ ജീവിതത്തിന്റെ ഭാഗമായിരുന്ന എല്ലാ ദോഷപ്രവൃത്തികളെയും ഉപേക്ഷിക്കണമെന്നും ദൈവത്തിന്റെ വിശുദ്ധ ജനം എന്ന നിലയിൽ മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ, സ്നേഹം, പരോപകാരം എന്നിത്യാദി ക്രിസ്തീയ സുഹൃതങ്ങൾ സ്വീകരിക്കണമെന്നും ആണ്. കുടുംബാംഗങ്ങൾ എപ്രകാരം പെരുമാറണമെന്നും അപ്പോസ്തലൻ ഉപദേശിക്കുന്നു. ഏഷ്യ മൈനറിലെ തുറമുഖ പട്ടണമായിരുന്ന എഫസോസിന് കിഴക്ക് ലവദോക്യ, ഹിയറാപോലിസ് എന്നീ പട്ടണങ്ങൾക്ക് സമീപം സ്ഥിതി ചെയ്തിരുന്ന ഒരു ഉൾനാടൻ നഗരമായിരുന്നു കൊലോസിയ. ഈ 4 നഗരങ്ങളെക്കുറിച്ചും ഈ ലേഖനത്തിൽ പരാമർശമുണ്ട്. അപ്പോസ്തലൻ കൊലോസിയെ സന്ദർശിച്ചിട്ടില്ല. എന്നാൽ അവരുടെ വിശ്വാസത്തിന്റെ സ്ഥിരത അദ്ദേഹത്തെ വളരെ സന്തോഷിപ്പിച്ചു. കൊലോസിയയിൽ ഒരിക്കൽ താമസിച്ചിരുന്നയാളും പൗലോസിന്റെ സഹപ്രവർത്തകരിൽ ഒരാളുമായ എപ്പഫ്രാസിൽ നിന്നാണ് അവർ സുവിശേഷം കേട്ടത്. പൗലോസ് മരിച്ചതിനു ശേഷം ഒരു ശിഷ്യനാണ് ഈ ലേഖനം എഴുതിയത് എന്ന് വിശ്വസിക്കുന്ന ചില പണ്ഡിതന്മാർ ഉണ്ട്. ബഹുമാന്യനായ ഒരു ഗുരുവിനോടുള്ള ആദരസൂചകമായി അദ്ദേഹത്തിന്റെ പേരിൽ എഴുതുക എന്നത് പ്രാചീനകാലത്ത് സാധാരണയായിരുന്നു. പൗലോസിന്റെ പല ലേഖനങ്ങളിലും കാണുന്നതുപോലെ ആരംഭത്തിലും അവസാനത്തിലും അഭിവാദനങ്ങൾ കൊലോസിയ ലേഖനത്തിലും കാണുന്നു. ആരംഭത്തിലെ അഭിവാദനം എഫെസ്യ ലേഖനത്തിലേതിന് സമാനമാണ്. 1:1-23 വരെ അഭിവാദനം, സ്തോത്രപ്രാർത്ഥന, ഒരു ക്രിസ്തു ഗീതം. 1:24 മുതൽ 2:23 വരെ ക്രിസ്തുവിനെക്കുറിച്ചുള്ള സത്യം ഉപദേശിക്കുന്നു. 3:1 മുതൽ 4:6 വരെ ക്രിസ്തുവിലുള്ള പുതിയ ജീവിതം. 4:7 മുതൽ 18 വരെ ആശംസകൾ. അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യർക്കെഴുതിയ ലേഖനം. അധ്യായം 1. ദൈവേഷ്ടത്താൽ ക്രിസ്തുയേശുവിന്റെ അപ്പോസ്തലനായ പൗലോസും സഹോദരനായ തിമോത്തിയോസും കൊലോസ്യയിലുള്ള വിശുദ്ധന്മാരും ക്രിസ്തുവിൽ വിശ്വസ്ത സഹോദരന്മാരുമായവർക്ക് എഴുതുന്നത്. നമ്മുടെ പിതാവായ ദൈവത്തെങ്കിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ നിങ്ങൾ മുമ്പ് കേട്ടതായി സ്വർഗ്ഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം ക്രിസ്തുയേശുവിൽ നിങ്ങളുടെ വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടും നിങ്ങൾക്കുള്ള സ്നേഹത്തെയും കുറിച്ച് ഞങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്കുവേണ്ടി പ്രാർത്ഥിക്കയിൽ എപ്പോഴും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ സുവിശേഷം സർവ്വലോകത്തിലും എന്ന പോലെ നിങ്ങളുടെ അടുക്കലും എത്തി. നിങ്ങൾ ദൈവകൃപയെ യഥാർത്ഥമായി കേട്ടറിഞ്ഞ നാൾ മുതൽ നിങ്ങളുടെ ഇടയിൽ എന്ന പോലെ സർവ്വലോകത്തിലും ഫലം കായ്ച്ചും വർദ്ധിച്ചും വരുന്നു. ഇങ്ങനെ നിങ്ങൾ ഞങ്ങളുടെ പ്രിയ സഹഭൃത്യനായ എപ്പഫ്രാസിനോട് പഠിച്ചിട്ടുണ്ടല്ലോ. അവൻ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിന്റെ വിശ്വസ്ത ശുശ്രൂഷകനും നിങ്ങൾക്ക് ആത്മാവിനാലുള്ള സ്നേഹം ഞങ്ങളോട് അറിയിച്ചവനുമാകുന്നു. അതുകൊണ്ട് ഞങ്ങൾ അത് കേട്ട നാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാകും വണ്ണം നടന്നു. ആത്മീയമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണമെന്നും സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണമെന്നും സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി അവന്റെ മഹത്വത്തിന്റെ വല്ലഭത്വത്തിന് ഒത്തവണ്ണം പൂർണ്ണശക്തിയോട് ബലപ്പെടണമെന്നും വിശുദ്ധന്മാർക്ക്
വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തന്മാരാക്കുകയും നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വയ്ക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകേണം എന്നും അപേക്ഷിക്കുന്നു. അവനിൽ നമുക്ക് പാപമോചനമെന്ന വീണ്ടെടുപ്പ് ഉണ്ട്. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവസൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു. സ്വർഗ്ഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവൻ സർവത്തിനും മുമ്പേയുള്ളവൻ. അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. അവൻ സഭയെന്ന ശരീരത്തിന്റെ തലയും ആകുന്നു. സകലത്തിലും താൻ മുമ്പനാകേണ്ടതിന് അവൻ ആരംഭവും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യനായി എഴുന്നേറ്റവനുമാകുന്നു. അവനിൽ സർവസമ്പൂർണതയും വസിപ്പാനും അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി. ഭൂമിയിലുള്ളതോ സ്വർഗ്ഗത്തിലുള്ളതോ സകലത്തെയും അവനെക്കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി. മുമ്പേ ദുഷ്ടപ്രവൃത്തികളാൽ മനസ്സുകൊണ്ട് അകന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ അവന്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവൻ ഇപ്പോൾ തന്റെ ജഡശരീരത്തിൽ തന്റെ മരണത്താൽ നിരപ്പിച്ചു. ആകാശത്തിൻ കീഴെ സകല സൃഷ്ടികളുടെയും ഇടയിൽ ഘോഷിച്ചും പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷകനായി തീർന്നു. നിങ്ങൾ കേട്ടുമിരിക്കുന്ന സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ടാൽ അങ്ങനെ അവന്റെ മുമ്പിൽ നിൽക്കും. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എന്റെ ജഡത്തിൽ സഭയായ അവന്റെ ശരീരത്തിനു വേണ്ടി പൂരിപ്പിക്കുന്നു. നിങ്ങൾക്കു വേണ്ടി ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഉദ്യോഗപ്രകാരം ദൈവവചനഘോഷണം നിവർത്തിക്കേണ്ടതിന് ഞാൻ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്നു. അത് പൂർവകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞുകിടന്ന മർമ്മമെങ്കിലും ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാധനം എന്തെന്നറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. അവനെ നിങ്ങൾ അറിയിക്കുന്നതിൽ ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏതു മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏതു മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു. അതിനായി ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവന്റെ വ്യാപാരശക്തിക്കൊത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു.